ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിപ്പം ഇറങ്ങിയത് വീട്ടിലോട്ട് പോകാനാണ്. ഇതൊരു ഞായറാഴ്ചയാണ്. അപ്പം ചെങ്ങന്നൂർ പോകാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ 3 പേരും കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ പോകാറുണ്ട്. കുറച്ച് ദിവസമൊക്കെ കൂടുമ്പം പോകാറുണ്ട്. കുഞ്ഞി ഇവിടെ ഇരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് വാചം അടിക്കുന്നുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് പന്തളം അടുക്കാറായിട്ടുണ്ട്. പന്തളം അടുക്കാറായപ്പോഴത്തേക്കിന് ഭയങ്കര ബ്ലോക്കായി കഴിഞ്ഞപ്പം ഞങ്ങൾ നോക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ബ്ലോക്ക് ആവുന്നത് എന്ന്. സാധാരണ ബ്ലോക്ക് വരാറുള്ളതല്ല. എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആവുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. പക്ഷെ ഒന്നും മനസ്സിലായില്ല. കുറേ കഴിഞ്ഞപ്പം ഇവിടെ ബാനറൊക്കെ കെട്ടി പോലീസുകാരൊക്കെ നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു വല്ല മന്ത്രിമാരും അങ്ങനെ വരുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെ പോലീസ് ഇടയ്ക്കിടയ്ക്കുണ്ട് നിൽക്കുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇത് തിരുവാഭരണം കൊണ്ടുവന്ന ദിവസമായിരുന്നു ഇന്നെന്ന്. അങ്ങനെ ഞങ്ങളത് മനസ്സിലാക്കി, ആ വലിയ സത്യം മനസ്സിലാക്കി. ഇത്രയും അടുത്ത് കിടന്നിട്ട് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് വരെ നാണക്കേടാണ്. അപ്പോൾ എല്ലാവരും റോഡിലൊക്കെ ഓരോ കമ്പനിക്കാർ, ഓഫീസുകളാണെങ്കിലും ബാങ്ക് ആണെങ്കിലും അങ്ങനെ എല്ലാവരും ഈ ഭക്തർക്ക് റോഡിൽ കൂടെ പോകുന്നവർ നമ്മളെപ്പോലുള്ളവർക്കും എല്ലാം വെള്ളമോ എന്തെങ്കിലും സംഭാരമോ കഴിക്കാനോ എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കും. അതാണ് ഈ ബ്ലോക്ക് കൂടുതലും കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇപ്പം വണ്ടി നിർത്തിയിടുക, ആൾ കുറവാണ് പക്ഷെ വണ്ടി നിർത്തിയിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പന്തളം അയ്യപ്പൻ്റെ അടുത്തെത്തി. അകത്തൊക്കെ നല്ല ആളുണ്ട്, പോലീസ് നല്ലപോലെ ഉണ്ട്. തിരക്കൊന്നും റോഡിലായിട്ടില്ല, തിരുവാഭരണം എടുക്കാറായിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള അപ്പോൾ അതിൻ്റെ അയ്യപ്പ ഭക്തന്മാർ നല്ലപോലെ ഉണ്ടായിരുന്നു റോഡിൽ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നിർത്തിയാണ്, ഈ ബ്ലോക്ക് കാരണം നിർത്തിയാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ടൈം എടുത്തു അതിന് വേണ്ടിയിട്ട് പന്തളത്തു നിന്നൊന്ന് മാറിക്കിട്ടാൻ. ഇവിടം കഴിഞ്ഞപ്പം നല്ല സ്പീഡിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ കുളനട എത്തി. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. ഗ്രീൻ ആപ്പിൾ എല്ലായിടവും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഗ്രീൻ ആപ്പിളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്താറായി. പെണ്ണിക്കര അക്കുഡേറ്റാണ് ഇത്. പെണ്ണിക്കരയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇത് PAP അക്കുഡേറ്റാണ്, ഏറ്റവും വലിയ നല്ല അക്കുഡേറ്റാണ്. അപ്പം ഇവിടെയാണ് കൂടുതലും ആൾക്കാർ ഇപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നത്. വെഡ്ഡിങ്ങിൻ്റെ ആണെങ്കിലും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്, സേവ് ദി ഡേറ്റ്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാത്തിനും ഇപ്പം ഇവിടെ കൂടുതൽ ഇവിടങ്ങളിലുള്ളവരും ഇച്ചിരി ദൂരെയൊക്കെ ഉള്ളവർ ഇവിടെ വരും ഷൂട്ട് ചെയ്യാൻ. അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു ഒരു വ്യൂ ആണ് നമുക്ക്. അപ്പോൾ ഫോട്ടോഷൂട്ടിന് പറ്റിയ വ്യൂ ആണ്. അപ്പോൾ കുറച്ച് പാടമൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. പിന്നെ ആ ഒരു ഏരിയയിലേ ഉള്ളൂ പാടം, പിന്നെ എല്ലാം വീടാണ്. വീടെത്താറായി. ഇത് അവസാനിച്ചിട്ട് ഈ റോഡ് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് വലിയൊരു കനാലാണ്. ഇവിടെ വെള്ളം എപ്പോഴും കാണും, മീനൊക്കെ ഉണ്ട്. പിന്നെ ഈ വെള്ളം എപ്പോഴും നല്ലപോലെ വിടുവാണ്, നല്ല ഒഴുക്കായിരിക്കും. അതിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോവും. അതുപോലത്തെ സ്പീഡാണ് വെള്ളത്തിന്, നല്ല ഒഴുക്കാണ്. അപ്പം കൊച്ചിലെയൊക്കെ ഞങ്ങളൊക്കെ പോകുമ്പം അമ്മ പുറകിന് വന്ന് നിൽക്കുമായിരുന്നു, ആരെങ്കിലും നോക്കും. കാരണം അവർ പെട്ടെന്ന് സ്പീഡ് കൂട്ടിയാൽ, വെള്ളത്തിന് സ്പീഡ് കൂട്ടിയാൽ നമ്മൾ ഒലിച്ചു പോവും, പിന്നെ കിട്ടത്തില്ല നമുക്ക്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ മറ്റുള്ളവരുടെ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞി ഇവിടെ ഇരുന്ന് ഭയങ്കര അലപ്പാണ്, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുഞ്ഞിയാൾ ഗേറ്റ് അടയ്ക്കുന്ന ചടങ്ങ് കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വെയിറ്റിന് ഭയങ്കര വെയിറ്റ്, അതുകൊണ്ട് ഇച്ചിരി പാടാണ് ഇത് അടയ്ക്കാൻ. നേരത്തെ ഇതിന് ചക്രമൊക്കെ ഇട്ടായിരുന്നു വെച്ചേക്കുന്നത് അടിവശത്ത്. ഇപ്പോൾ ഇത് പൊക്കിയിട്ട് ഹൈറ്റിൽ വെച്ചേക്കുന്നതുകൊണ്ട് ആ ഒരു സൗണ്ടും ഇച്ചിരി കൂടെ പാട് കുറവാണ് നമുക്ക് അടയ്ക്കാൻ. പണ്ട് ഇവിടെ വീടിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ തുറക്കുന്നതെന്നുള്ളത്. അതുപോലത്തെ സൗണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി കാറൊക്കെ ഒതുക്കിയിടുകയാണ്. കുഞ്ഞി അമ്മമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോവുകയാണ്. അമ്മമ്മ അടുക്കളയിലാണല്ലോ. അന്നേരം പോയി വർത്താനമൊക്കെ പറയുന്നുണ്ട്. അച്ചാച്ചൻ അവിടെ ഇല്ലായിരുന്നു. അപ്പം അമ്മമ്മ ഭയങ്കരമായിട്ട് കുക്കിങ്ങിലുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മ നല്ലൊരു കുക്കാണ്, നല്ല ടേസ്റ്റായിട്ട് കുക്ക് ചെയ്യും. നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. അതുപോലെ എല്ലാം കുക്ക് ചെയ്യും അമ്മ, എല്ലാം കുക്ക് ചെയ്യും. നോർത്തും സൗത്തും ഒക്കെ അമ്മ കുക്ക് ചെയ്യും. അങ്ങനെ അച്ഛൻ വന്നു. അത് കുഞ്ഞിയുടെ അച്ചാച്ചനാണ്. കുഞ്ഞിയുടെ അച്ചാച്ചൻ വന്നപ്പോഴത്തേനും കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷം. അപ്പം കുഞ്ഞ് ഓടി വന്ന് അച്ചാച്ചൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറയണം. അപ്പോൾ അച്ചാച്ചൻ കുഞ്ഞിയുടെ ഫേവറേറ്റ് മാഗിയും ഡയറി മിൽക്കിൻ്റെ സിൽക്കും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട്, അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു ആർക്കാന്ന്. അപ്പം കുഞ്ഞ് പറയും എനിക്കാന്ന്. പിന്നെ കുഞ്ഞ് പറയും എനിക്ക് വേണ്ട, എനിക്ക് കൃമി ഉണ്ടായതുകൊണ്ട് വേണ്ടാന്ന്. കുഞ്ഞിക്ക് കൃമിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൃമിയുടെ ഇച്ചിരി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മരുന്ന് ഹോമിയൊക്കെ കഴിച്ചതങ്ങ് മാറി. ചോക്ലേറ്റ് തിന്നുമ്പോഴായിരുന്നു വരുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഇപ്പം കുഞ്ഞിക്ക് കൊടുക്കാറില്ല. കുഞ്ഞി ഇപ്പം പറയും എനിക്ക് കൃമി വരും, അതുകൊണ്ട് എനിക്ക്
എനിക്ക് വേണ്ടാന്ന് പറയാം. അതുകൊണ്ട് കുഞ്ഞിക്ക് ഇപ്പോൾ കൃമിയൊന്നുമില്ല. കുഞ്ഞ് നല്ല നീറ്റായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.